ഹലോ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. സോ എൻ്റെ ഫ്രണ്ട്സ് സജസ്റ്റ് ചെയ്തു, അതായത് ഇങ്ങനെ 1 മിനിറ്റ് 2 മിനിറ്റ് ലെങ്ത് വീഡിയോ ഇടാതെ കംപ്ലീറ്റ് വീഡിയോ ഇടാൻ വേണ്ടി. അതുകൊണ്ട് തന്നെ തായ്ലാൻഡിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇതിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ വന്നിട്ട് സഫാരി വേൾഡ് ആക്ച്വലി ഫുൾ ഡേ ആയിരുന്നു. നമ്മൾ തിരിച്ച് വന്നപ്പോഴേക്കൊരു 4 o'clock സംതിങ് ആയി. പക്ഷേ ഇവിടെ നമ്മുടെ നോർമൽ സൂ പോലെ ഒന്നല്ല, ഇവിടെ കുറേ ഷോസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ടൈം പോകുന്നത് അറിയില്ല. നമ്മൾ സൂവിൽ കയറുമ്പം തന്നെ നമുക്കൊരു മാപ്പും എന്ത് ഷോ ആണ്, ഷോയിൻ്റെ ടൈമിങ് എല്ലാം ടെംപ്ലേറ്റിൽ തന്നിട്ടുണ്ടായിരിക്കും. അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ പോകുന്നത്. മാപ്പ് കയ്യിലുണ്ടായിട്ടും നമുക്ക് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു പോകാനൊക്കെ. ഓരോ ഷോസിനും ഓരോ ടൈമിംഗ് ആണ്. അപ്പോൾ ആ ടൈമിനുള്ളിലായിരിക്കും ഓരോ പെർഫോമൻസ്. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഒറാങ്കുട്ടൻ ഷോയിലോട്ടാണ്. ഈ ഷോസിനൊക്കെ നമ്മൾ കുറച്ചും കൂടെ നേരത്തെ പോയാൽ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് നമുക്ക് തന്നെ ചൂസ് ചെയ്തിരിക്കാം കേട്ടോ. ഇല്ലെങ്കിൽ ആ ക്രൗഡിൻ്റെ ഇടയിൽ എവിടെയെങ്കിലും ഗ്യാപ്പ് കണ്ടുപിടിച്ചിരിക്കേണ്ടി വരും. അത് മാത്രമല്ല, നമ്മൾ കുറച്ച് ലേറ്റ് ആയാൽ പോലും കുറച്ച് ലേറ്റ് ചില ആൾക്കാർ അലോ ചെയ്യും, അല്ലെങ്കിൽ ഒരു ഗേറ്റ് ക്ലോസ് ചെയ്യും, പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. കണ്ടില്ലേ സീറ്റൊക്കെ ബുക്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒറാങ്കുട്ടൻ ഷോ ഒക്കെ കഴിഞ്ഞു, നമ്മൾ ഇറങ്ങി. ഇനി അടുത്ത ഷോവിന് കുറച്ച് ടൈം ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ആ ടൈമിൽ ബാക്കിയുള്ള സൂവും കവർ ചെയ്യാനും പറ്റും. ഇതൊക്കെ പേ ആൻഡ് നീറ്റ് കൗണ്ടേഴ്സാണ്. പിന്നെ നമ്മുടെ പാക്കേജിൽ ഫുഡ് ഇൻക്ലൂഡഡ് ആയതുകൊണ്ട് നമ്മൾ വേറെ റെസ്റ്റോറൻറ്റ് ട്രൈ ചെയ്തില്ല. ഇതൊക്കെ റിയൽ ഫ്ലവേഴ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ടായിരുന്നു നേരിട്ട് കാണാൻ. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ സവന ഗ്രാൻഡ് ബഫറ്റ് റെസ്റ്റോറൻറ്റ്. ഇതിന് ആക്ച്വലി 2000 സീറ്റിംഗ് കപ്പാസിറ്റി ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നമുക്ക് പേ ചെയ്ത് അവിടെ നിന്ന് ജ്യൂസൊക്കെ മേടിക്കാം. ഈ കാണുന്ന വലിപ്പം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഫുഡൊന്നും എനിക്ക് ടേസ്റ്റി ആയിട്ട് തോന്നിയതേ ഇല്ല. ഒരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കിട്ടുന്ന പോലെ, അല്ലാതെ ചിക്കനൊക്കെ ഭയങ്കര വാട്ടറി ആയിരുന്നു. സോ നമ്മൾ ലഞ്ച് കഴിച്ചിട്ട് അടുത്ത് പോയത് ഡോൾഫിൻ ഷോയിലാണ്. ഇവർ ഓരോ ആക്ടിവിറ്റി കഴിഞ്ഞിട്ട് ആ ഡോൾഫിനെ ഫീഡ് ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി എലിഫൻറ്റ് ഷൂ കൂടെ ഉണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ കാണാൻ നിന്നില്ല. അതും കൂടെ കണ്ടിട്ടെങ്കിൽ ചിലപ്പോൾ ഇനിയും ലേറ്റ് ആയേനെ. പിന്നെ സഫാരി വേൾഡ് ടൂർ കഴിഞ്ഞിട്ട് അടുത്ത് തന്നെ നമുക്കൊരു സഫാരി പാർക്കും കൂടെ ഉണ്ട്. അതും ഈ പാക്കേജിൽ തന്നെ ഇൻക്ലൂഡഡ് ആണ്. സഫാരി പാർക്കിൽ പോയത് നമ്മൾ പ്രൈവറ്റ് കാറിൽ തന്നെയാണ്, നമ്മൾ വന്ന കാറിൽ തന്നെയാണ് പോയത്. അവിടെ അങ്ങനെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല. നമ്മുടെ ഡ്രൈവർ ചേട്ടൻ നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. അവർക്ക് ലാംഗ്വേജ് അറിയില്ലെങ്കിൽ പോലും ട്രാൻസ്ലേറ്റേഴ്സ് യൂസ് ചെയ്തിട്ടായിരുന്നു നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരുന്നത്. ഓരോ സ്ഥലത്തും ഇങ്ങനെ പോസ് ചെയ്ത് നിർത്തി ഫോട്ടോസ് എടുത്തോ, മതിയോ, ഇനിയും കുറച്ച് നേരം വെയിറ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെ ചോദിക്കും കേട്ടോ ഇടയ്ക്കിടയ്ക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട്. പിന്നെ ഇതൊക്കെ ഫുൾ ഓപ്പൺ ഏരിയ ആയിരുന്നു, എവിടെയും ബാരിയർ ഒന്നും വച്ചിട്ടില്ല. പിന്നെ ഈ പുലിയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ല ഫൈറ്റിനോ വല്ലതും പോകുന്നുണ്ടെങ്കിൽ 2 സൈഡിലായിട്ട് 2 വെഹിക്കിൾ കാണും. അതൊരു സ്റ്റാർട്ട് ചെയ്തിട്ട് അതിനെ പേടിപ്പിക്കും. അപ്പോൾ ഈ അറ്റാക്ക് ചെയ്യാൻ വരുന്ന പുലികൾ ബാക്ക് ഓഫ് ആവും. ഇത് ഞാൻ ഇവിടെ വന്നിട്ടാണ് കാണുന്നത്, ഫസ്റ്റ് ടൈം അങ്ങനെ കാണുന്ന പുലികൾ വെള്ളത്തിൽ. പിന്നെ എല്ലാ ഓപ്പൺ ഏരിയയിലും ആൾക്കാരും ഉണ്ടായിരിക്കും ഒരു സേഫ്റ്റി പർപ്പസിന്. പിന്നെ ഇവർക്കൊന്നും ചെയ്യാനില്ലാത്തതുകൊണ്ട് അവർക്ക് നമ്മളെ ഒരു കാഴ്ചക്കാരായിട്ടായിരിക്കും നമ്മളെയും കാണുന്നത്. പിന്നെ നമ്മൾ
സൂവിന് സഫാരി വേൾഡിന് ബൈ ബൈ പറഞ്ഞിട്ട് ബാങ്കോക്കിലോട്ട് പോവുകയാണ്. ബാങ്കോക്ക് കുറച്ചും കൂടെ സിറ്റി ഏരിയയാണ്. പക്ഷേ ഇവിടെയും അധികം ആരും ഇംഗ്ലീഷ് സംസാരിക്കില്ല. അവർക്ക് ഇംഗ്ലീഷ് മനസ്സിലാവും, പക്ഷെ അവർക്ക് ചില ആൾക്കാർ സംസാരിക്കും, ചില ആൾക്കാർക്ക് ഇംഗ്ലീഷ് അറിയില്ല. ബട്ട് അവരും മാനേജ് ചെയ്യുന്നത് ട്രാൻസ്ലേറ്റേഴ്സ്, മൊബൈലിലെ എല്ലാവരുടെയും കയ്യിൽ ട്രാൻസ്ലേറ്റേഴ്സ് ഉണ്ടായിരിക്കും. പിന്നെ ബാങ്കോക്കിൽ 1 ഡേ സ്റ്റേ വന്നത് ഇവിടെയാണ്. റൂം ചെറു തന്നെയായിരുന്നു. ഒരു ഓപ്പൺ ചെയ്യാൻ ബാൽക്കണിയോ വിൻഡോ പോലും ഇല്ലായിരുന്നു. കൺജസ്റ്റഡ് ഏരിയ, പക്ഷെ നീറ്റായിരുന്നു. എല്ലാം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. പിന്നെ നമ്മൾ ഗ്രാബ് ബുക്ക് ചെയ്ത് പുറത്തു പോയി. ഇത് പാക്കേജിൽ ഇൻക്ലൂഡഡ് അല്ല. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സ്റ്റോറായിരുന്നു 7-Eleven. പിന്നെ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയും കൂടെയാണ്. സോ തായ്ലാൻഡിൽ നമ്മൾ കഴിച്ച ബെസ്റ്റ് ഫുഡ് വന്നിട്ട് സോഫീസ് കഫേ എന്നായിരുന്നു. അടുത്ത് നമ്മൾ പോയത് ഗോൾഡൻ ടെമ്പിളായിരുന്നു. ഗോൾഡൻ ടെമ്പിളിൽ നമുക്ക് ഉള്ളിൽ ഫോട്ടോസ് മാത്രമേ എടുക്കാവൂ, വീഡിയോസ് അലൗഡ് അല്ല. പക്ഷെ നല്ല ഭംഗിയുണ്ടായിരുന്നു. ടെമ്പിളിൻ്റെ ഉള്ളിലല്ലാതെയും പുറത്തും ഇങ്ങനെ കുറേ ബുദ്ധയുടെ നമ്മൾ സ്റ്റാച്യൂസ് കണ്ടു. കുറേ സ്റ്റോഴ്സ് ഉണ്ട്. പിന്നെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ ഉള്ളിലോട്ട് കയറുന്നുണ്ടെങ്കിൽ നമ്മൾ ടിക്കറ്റ് എടുക്കണം. അങ്ങനെ തായ്ലാൻഡിൻ്റെ ലാസ്റ്റ് ഡേ ആയിരുന്നു ഗോൾഡൻ ടെമ്പിളും മാർബിൾ ടെമ്പിളും വന്നത്. അത് നമ്മൾ എടുത്തതാണ് കേട്ടോ. ബിക്കോസ് സഫാരി വേൾഡ് ടൂർ 1 ഡേ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ എന്തായാലും അത് ഫുൾ ചുറ്റിക്കറങ്ങി വരുമ്പോഴേക്കും നമ്മൾ ടയേർഡാവും. ഇതാവുമ്പോൾ നമുക്ക് 2 ടെമ്പിൾ വിസിറ്റ് ചെയ്തിട്ട് ഡയറക്റ്റ് എയർപോർട്ടിലോട്ട് പോയാൽ മതിയല്ലോ. അതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ എടുത്തത്. ഗോൾഡൻ ടെമ്പിൾ കഴിഞ്ഞിട്ട് നമ്മൾ നെക്സ്റ്റ് പോയത് മാർബിൾ ടെമ്പിളായിരുന്നു. മാർബിൾ ടെമ്പിൾ ഭയങ്കര ഹ്യൂജ് ആയിരുന്നു. കുറേ നടക്കാനുണ്ട്, കുറേ കാണാനുണ്ട്. എവിടെയും വിസിറ്റ് ചെയ്യണമെങ്കിൽ ടിക്കറ്റ് എടുക്കണം. പിന്നെ നമുക്ക് വേണമെങ്കിൽ ഗൈഡിനെ ഹയർ ചെയ്യാം. അവർ കുറച്ചും കൂടെ എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഇല്ലെങ്കിൽ നമുക്കിവിടെ വായിക്കാം. ഇവിടെ ഇംഗ്ലീഷിലും തായ് ഭാഷയിലും എഴുതിയിട്ടുണ്ട്. ഞാൻ മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞ പോലെ നിങ്ങൾ ആരെങ്കിലും തായ്ലാൻഡിൽ വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ പാക്കേജ് എടുത്ത് വന്നാലും നല്ലതാണ്. പക്ഷെ നിങ്ങൾക്ക് പോകണം എന്നുള്ള പ്ലേസിൽ നിങ്ങൾ പോകണമെങ്കിൽ അത് ഒരു ഈവനിങ് 4-5 കഴിഞ്ഞിട്ടൊക്കെ പറ്റുള്ളൂ. പക്ഷെ നിങ്ങൾ ബൈക്ക് റെൻ്റൊക്കെ എടുത്തിട്ടാണ് പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറേ കൂടെ പ്ലേസ് കവർ ചെയ്യാൻ പറ്റും. സോ ഫൈനലി തായ്ലാൻഡ് ടൂറ് വൈൻഡപ്പ് ചെയ്ത് എയർപോർട്ടിൽ എത്തി. ഇമിഗ്രേഷനും ചെക്കിനൊക്കെ വേഗം കഴിഞ്ഞു. തായ്ലാൻഡിൽ നമ്മൾ മീറ്റ് ചെയ്ത എല്ലാവരും നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. ടൂറിസ്റ്റിനൊക്കെ വെൽക്കമിങ് ചെയ്യുന്ന ആൾക്കാരായിരുന്നു. സോ അങ്ങനെ നമ്മൾ തായ്ലാൻഡ് ട്രിപ്പ് കഴിഞ്ഞ് ബാക്ക് ടു ബാംഗ്ലൂർ. വീഡിയോസൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു ബിഗ് താങ്ക് യു. സോ സീ യു ഇൻ മൈ നെക്സ്റ്റ് വ്ലോഗ്. ടിൽ ദെൻ ബൈ.